ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, ഈ സ്റ്റേജിലും വേദിയിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ആലിമ്യങ്ങൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, വിവിധ ജമാഅത്തുകളുടെ ഭാരവാഹികൾ, സുന്നി സംഘകുടുംബത്തിലെ ജില്ലാതലം മുതൽ യൂണിറ്റ് തലം വരെ ഉള്ള നേതാക്കന്മാർ, ഈ പരിപാടി ശ്രവിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയ മാതാപിതാക്കൾ, കുഞ്ഞ് അനുജന്മാർ, അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവന് പൊരുത്തപ്പെട്ട ഒരു സദസ്സായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല പ്രവർത്തകരും, പല മാതാപിതാക്കളും, നമ്മുടെ പല മുതിർന്ന നേതാക്കന്മാരും ഈ വർഷത്തെ റബീഉൽ അവ്വൽ ആഘോഷിക്കുമ്പോൾ നമ്മളോടൊപ്പമില്ല. അള്ളാഹു അവിടെയെല്ലാം ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1490 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള നബിദിന സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആ റബീഉൽ അവ്വൽ 12 മാത്രമല്ല മുസ്ലിങ്ങൾ ആചരിക്കുന്നത്. ആ മാസം മുഴുവൻ പ്രത്യേക ബർക്കത്തുള്ള നിലയിൽ തന്നെ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ വൈവിധ്യങ്ങളാർന്ന പരിപാടികളുമായി ലോകത്ത് പല പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് SYS ഹരിപ്പാട് സോൺ കമ്മിറ്റി ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അന്ധകാര യുഗമെന്നും ഡാർക്ക് ഏജ് എന്നും ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 6-ാം നൂറ്റാണ്ടിലാണ് അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ AD 571 ഏപ്രിൽ 23 തിങ്കളാഴ്ച സുബഹിയോടടുക്കുന്ന സമയത്താണ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതരാകുന്നത്. ആ കാലഘട്ടത്തെപ്പറ്റി ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്, ലോകം നാശത്തിൻ്റെ വക്കിലേക്ക് മുങ്ങിത്താഴുമ്പോൾ, അല്ലെങ്കിൽ നാശത്തിലേക്ക് മുങ്ങിത്താഴുമ്പോൾ, മനുഷ്യൻ മൃഗമായി, മൃഗീയതയേക്കാൾ താഴോട്ട് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മാറുന്ന കാലഘട്ടത്തിലാണ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. 23 വർഷത്തെ പ്രബോധന ദൗത്യം കൊണ്ട്, 23 വർഷമെന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ വളരെ മൃഗീയമായ മനുഷ്യനെ ഏറ്റവും ഉത്തമരായ മനുഷ്യരാക്കി മാറ്റുവാൻ സാധിച്ച അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്. ഞാനൊരു സ്വാഗത പ്രഭാഷകനാണ്. കൂടുതൽ പറയൽ അനൗചിത്യമാണെന്ന് അറിയാം. എങ്കിലും 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാം. വിജ്ഞാനത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. നിങ്ങൾ ചൈനയിൽ പോയാണെങ്കിലും അറിവ് നേടണമെന്ന് പഠിപ്പിച്ച ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നാം. 6-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 10-ാം നൂറ്റാണ്ട് വരെയാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്നത്. ഈ 4 നൂറ്റാണ്ട് കാലത്താണ് ഇന്ന് മനുഷ്യൻ ആസ്വദിക്കുന്ന എല്ലാ ശാസ്ത്രത്തിൻ്റെയും അടിത്തറ രൂപപ്പെടുത്തിയത്. ഈ AD 6-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ കൈവെക്കാത്ത
ഒരു ശാസ്ത്ര മേഖലയും ഇന്ന് നമ്മുടെ മുമ്പിലില്ല. പക്ഷേ എന്തോ കാരണവശാൽ നാം ഇന്ന് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ പേര് പറയുകയാണെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലെ സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സുദീർഘമായി പറയുകയല്ല, ഇന്ന് ലോകത്ത് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന കാനൺ ഓഫ് മെഡിസിൻ, ഈ കാനൺ ഓഫ് മെഡിസിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത് അവിസന്ന എന്നാണ്. അവിസന്ന എന്ന വാക്ക് ഇംഗ്ലീഷുകാർ അവരുടെ രീതിയിലേക്ക് മാറ്റിയതാണ് അവിസന്ന. സത്യത്തിൽ അവിസന്ന എന്ന് പറയുന്ന പദം ഇബ്നു സീന റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് അവർ മാറ്റി അവിസന്ന എന്ന് മാറ്റിയതാണ്. അദ്ദേഹത്തിൻ്റെ കാനൂൻ ഫി തിബ്ബ് എന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ ഗ്രന്ഥമാണ് ഇന്നും യൂണിവേഴ്സിറ്റികളിൽ മെഡിസിൻ്റെ ആധികാരിക ഗ്രന്ഥമായി പഠിപ്പിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തിലധികം ഈ മെഡിക്കൽ പദങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ കാനൂൻ ഫി തിബ്ബ് എന്ന ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മെഡിക്കൽ എൻസൈക്ലോപീഡിയ എന്നാണ് ഈ കാനൂൻ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥത്തിന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് അണുയുടെ വിട്ടുവീഴ്ച ചെയ്യാതെ തൻ്റെ ജീവിതം മൊത്തം ഇസ്ലാമിക പ്രവൃത്തിയിലേക്ക് മാറ്റിയ മഹാപണ്ഡിതനാണ് ഇബ്നു സീന റളിയല്ലാഹു അൻഹു. 10ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ മഹാപണ്ഡിതൻ. അന്നത്തെ കാലത്ത് പ്ലൂട്ടോയുടെയും പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും ഒക്കെ തത്വചിന്തയിൽ വശംവദരായി ദൈവമില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യന് പോകുമ്പോൾ അതിനെതിരെ ചിന്തിച്ച് 18 വർഷക്കാലം 18 വയസ്സ് വരെ, ഈ 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അലഞ്ഞു തിരിഞ്ഞ് ഒരു ഷെയ്ഖിനെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള യാത്ര അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. ഞാൻ ഈ പറഞ്ഞത് ഇസ്ലാം ശാസ്ത്രത്തിന് നൽകുന്ന സംഭാവനയാണ്. ഇസ്ലാം കൈവെക്കാത്ത ഒരു മേഖലയുമില്ല. റസാസ് അൽ ജസ്രി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. റസാസ് അൽ ജസ്രി മെക്കാനിസത്തിൻ്റെ ഫാദർ എന്നാണ് ശാസ്ത്രം പറഞ്ഞത്. റസാസ് അൽ ജസ്രി, ഈ റസാസ് അൽ ജസ്രിയാണ് ലോകത്ത് ആദ്യമായി മെക്കാനിക്കലിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയത്. മെക്കാനിക്കൽ എഞ്ചിനീയർ. അദ്ദേഹം 50ലധികം മെഷീൻസ് ഡിസൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് അദ്ദേഹം ജനിക്കുന്ന AD 826 കാലഘട്ടത്തിലാണ്. ആലോചിച്ച് നോക്കി, 826 നമ്മളുമായിട്ട് 1200 വർഷങ്ങൾക്ക് മുമ്പ്. ആ 1200 വർഷങ്ങൾക്ക് മുമ്പ് നൈൽ നദിയിൽ നിന്നും 200 മൈൽ അകലെ വരെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് പോകുവാനുള്ള സംവിധാനം കണ്ടുപിടിച്ച റസാസ് അൽ ജസ്രിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഓരോ മേഖല എടുത്തു നോക്കിയാലും നമ്മൾ പറയുന്നത് ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഇബ്നു ഹൈത്തം തങ്ങളാണ്. ഇബ്നു ഹൈത്തമാണ് ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾ ഇതൊന്നും പഠിക്കുന്നില്ല. അടുത്ത സമയത്ത് മനോരമയിലെ ഒരു സപ്ലിമെൻ്റ് ഇറങ്ങി ഒപ്റ്റിക്സിനെ പറ്റി. അന്ന് കാണുമ്പോഴാണ് ഒപ്റ്റിക്സിൻ്റെ പിതാവ് ഇബ്നു ഹൈത്തമാണെന്ന് അറിയുന്നത്. അതുപോലെ തന്നെ ജാബിർ ഇബ്നു ഹയ്യാൻ, അത് പാശ്ചാത്യർ ജബർ എന്ന പേരിലേക്ക് മാറ്റി. ജാബിർ ഇബ്നു ഹയ്യാൻ എന്നാണ് പേര്. ആ മഹാനാണ് ഫാദർ ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ പിതാവ് ജാബിർ ഇബ്നു ഹയ്യാനാണ്. അപ്പോൾ ഇസ്ലാം ഈ 8, 9, 10 നൂറ്റാണ്ടുകളിൽ കൈവെക്കാത്ത ഒരു മേഖലകളുമില്ല. ആ മേഖലകളിൽ ആ പണ്ഡിതന്മാർ അടിത്തറയിട്ട ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ കയറിയെന്നാണ് പിന്നീട് ശാസ്ത്രം വളരുന്നത്. ഈ 8 മുതൽ 10 വരെയുള്ള കണ്ടുപിടുത്തം കഴിഞ്ഞ് ഏകദേശം 8 നൂറ്റാണ്ടുകളോളം വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് സാധ്യതയില്ലാത്ത കാലമായിരുന്നു. കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഈ കുരിശുയുദ്ധമൊക്കെ വന്ന് ആ സമയത്ത് ഈ യൂറോപ്യർ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വൈജ്ഞാനിക നഗരം എന്നറിയപ്പെടുന്ന മെസൊപ്പൊട്ടോമിയ, അതുപോലെ തന്നെ നമ്മുടെ സിറിയയുടെ തലസ്ഥാനം ദമാസ്കസ്, ഈ സ്ഥലങ്ങളന്ന് വൈജ്ഞാനിക നഗരമായിരുന്നു. കെയ്റോ, ഈ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഗ്രന്ഥങ്ങൾ അവർ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും
അവരുടെ അതിൻ്റേതായ ഇംഗ്ലീഷ് നാമകരണങ്ങൾ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായാണ് നമുക്ക് യഥാർത്ഥ ഓതേഴ്സിൻ്റെ പേര് നമുക്ക് കിട്ടാതെ പോയത്. നമ്മുടെ സംഘടന SYS എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ്. ജനിച്ചു 61 വർഷമായി നമ്മൾ. പക്ഷേ ഈ 61 വർഷം കൊണ്ട് നമുക്കും വളരെയധികം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഈ സുന്നി യുവജന സംഘം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഇന്ന് 1000-ലധികം സ്കൂളുകളുമായി ധാരാളം കലാലയങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ നോളജ് സിറ്റി അത് നമ്മളാണ് സ്ഥാപിക്കുന്നത്. 300 ഏക്കർ സ്ഥലം നമ്മൾ കോഴിക്കോട് നമ്മുടെ സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയുമാണ്. അപ്പോൾ വൈജ്ഞാനികമായി നാം മുന്നേറാതെ നാം വൈജ്ഞാനികമായി പുറകോട്ട് പോയാൽ ഈ ശാസ്ത്രത്തിൻ്റെ സത്യങ്ങളൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കും ധാരാളമായി ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ മേഖലകളിൽ മുന്നേറുവാൻ ഇതുപോലുള്ള ഹുബ്ബ് റസൂൽ കോൺഫറൻസുകൾ സ്വാധീനിക്കട്ടെ എന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്.